കാത്തിരിപ്പിന് ഒരു മുഖമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ എലിസബത്ത്. ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു മകളെ കാണാതായപ്പോൾ നാം ഏവരും ആ മാതാപിതാക്കൾക്കൊപ്പം നിരാശപ്പെട്ടിരുന്നു. പിന്നീട് ആ കുട്ടിയെ കണ്ടെത്തി. ആ ദിവസങ്ങളിൽ മാധ്യമത്തിൽ വന്ന തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: കേരളം കാത്തിരിക്കുന്നു. കാത്തിരിപ്പോടെ, പ്രാർത്ഥനയോടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും സന്തോഷമായ ഒരു വാർത്ത ലഭിച്ചു. ആ കുട്ടിയെ സുരക്ഷിതമായി ആ മാതാപിതാക്കളുടെ കൈകളിൽ ലഭിച്ചു. അതുപോലെ ഒരുപാട് കാത്തിരിപ്പിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമസോൺ കാടുകളിൽ കുട്ടികളെ കാണാതായപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടികളെ തിരികെ ലഭിച്ചത്. ആ ഒരു ഓപ്പറേഷന് ഇപ്രകാരമായത് പേര് ലഭിച്ചത് ഓപ്പറേഷൻ ഹോപ്പ്. പ്രതീക്ഷയോടെ ആ കുട്ടികളെ തേടി കണ്ടെത്തി. അതുതന്നെ ബൈബിളിലും ഒരുപാട് കാത്തിരിക്കുന്ന സ്റ്റോറികൾ അല്ലെ കാത്തിരിക്കുന്ന കഥകൾ നമുക്കറിയാം. അതിലൊന്നാണ് വിശുദ്ധ സക്കേവൂസിന്റെ. വിശുദ്ധ സക്കേവൂസ് കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിനായി ജനക്കൂട്ടത്തിന്റെ ഏറ്റവും പിന്നിൽ പോയി കർത്താവിനെ കാണുവാനായി തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചു. തന്റെ പൊക്കം കുറവായതിനാൽ തന്റെ സ്റ്റേറ്റസ് പോലും മറന്ന് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഓടി സിക്കമോർ മരത്തിൽ കയറിയിരുന്ന് കാത്തിരുന്നു. ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ സംഭവിച്ചത് സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നു. സക്കേവൂസിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീട് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ജീവിതത്തിലാണ്. തന്റെ കൂടെ ആയിരുന്ന മറ്റ് ശ്ലീഹന്മാർ അവർക്കെല്ലാം ഈശോയെ ദർശിക്കുവാൻ സാധിച്ചു. അവർക്ക് ഈശോയെ കാണുവാൻ സാധിച്ചു, ഈശോയോട് സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ വിശുദ്ധ തോമാസ് ശ്ലീഹയ്ക്ക് മാത്രം അത് സാധിച്ചില്ല. അങ്ങനെ തോമാസ് ശ്ലീഹയുടെ ജീവിതത്തിലും ഒരു ചോദ്യമുണ്ടായി: എന്തുകൊണ്ട് എനിക്ക് മാത്രം കർത്താവിനെ കാണുവാൻ സാധിച്ചില്ല? അങ്ങനെ തോമാസ് ശ്ലീഹ ഒടുവിൽ ഒരു ചലഞ്ച് നടത്തുകയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ്: ഞാൻ കർത്താവിനെ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് നാം തോമാസ് ശ്ലീഹാനെ ഡൗട്ടിംഗ് തോമ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡൗട്ടിംഗ് തോമസ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 8 ദിവസങ്ങൾക്ക് ശേഷമാണ് തോമാസ് ശ്ലീഹ കർത്താവിനെ നേരിട്ട് കാണുന്നത്. പക്ഷേ ആ 8 ദിവസങ്ങൾ എത്രമാത്രം വേദനയോട്, ക്ലേശങ്ങളോടുകൂടി ആയിരിക്കണം വിശുദ്ധ തോമാസ് ശ്ലീഹ കടന്നു പോയിട്ടുണ്ടാവുക. അങ്ങനെ ആ 8 ദിവസങ്ങൾക്ക് ശേഷം തോമാസ് ശ്ലീഹ ഈശോയെ നേരിട്ട് കണ്ടപ്പോൾ മറ്റാർക്കും കിട്ടാത്ത ഒരവസരമാണ് തോമാസ് ശ്ലീഹ ലഭിച്ചത്. തൻ്റെ ഗുരുവിനെ സ്പർശിക്കുവാനും ഏറ്റവും അടുത്തുനിന്ന് കാണുവാനും മറ്റ് ആരും പറയാത്ത ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ അന്നവിടെ നടത്തിയത്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ദിവസം നമുക്ക് കാണാം വിശുദ്ധ എലിസബത്ത്. തനിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിവില്ല എന്നറിഞ്ഞിട്ട് പോലും വർഷങ്ങളോളം കാത്തിരുന്നു. തൻ്റെ പ്രായം കടന്നുപോയിട്ട് പോലും വിശ്വസിച്ചു. പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഏറ്റവും ഒടുവിൽ വിശുദ്ധ സ്നാപക യോഹന്നാനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം ഈ വിശുദ്ധയ്ക്ക് ലഭിച്ചു. അത് മാത്രമല്ല, ഈ വിശുദ്ധയുടെ വീട്ടിലേക്കായിരുന്നു ആദ്യമായി പരിശുദ്ധ കന്യകാമറിയവും ഈശോയും കടന്നു വന്നത്. അങ്ങനെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധ എലിസബത്ത് ഇപ്രകാരം പറഞ്ഞു: സ്ത്രീകളിൽ നീയാണ് ഭാഗ്യവതി എന്ന് പരിശുദ്ധ കന്യാമറിയത്തോടും, അതോടൊപ്പം തന്നെ എലിസബത്ത് പറയുകയുണ്ടായി, ദൈവത്തിന്റെ അമ്മ എന്ന് ആദ്യമായി പരിശുദ്ധ കന്യാമറിയത്തെ വിളിച്ചത് എലിസബത്താണ്. നമ്മുടെ ജീവിതത്തിൽ കാത്തിരുന്നാൽ ഒരുപാട് ഉത്തരങ്ങൾ ലഭിക്കും. നമുക്ക് ഏവർക്കും കാത്തിരിക്കാൻ മടിയുള്ളവരാണ്. ഒരുപക്ഷെ ബസ്സിന് കാത്തിരിക്കുമ്പോൾ, ട്രെയിന് കാത്തിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ താമസമാകുമ്പോൾ നിരാശപ്പെടുന്നവരാണ്. ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രത്യേകത നിരാശയിൽ ജീവിക്കുന്നവരാണ്, പ്രത്യാശയില്ലാത്തവരാണ്. ഒന്ന് ഓർത്തു നോക്കാം, എലിസബത്ത് എത്ര വർഷങ്ങളോളം കാത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഉത്തരം ലഭിച്ചപ്പോൾ ആ ഉത്തരം ഏറ്റവും വില കൂടിയതായിരുന്നു. തൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ കന്യാമറിയം കടന്നു വന്നു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലും നമുക്കറിയാം, ഈശോയ്ക്ക് വേണ്ടി പ്രവചിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. നമുക്കും കാത്തിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. കാത്തിരിപ്പോടെ, പ്രതീക്ഷയോടുകൂടെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. നിരാശയല്ല നമുക്ക് വേണ്ടത്, പ്രതീക്ഷയോടുകൂടെ കാത്തിരിപ്പാണ്.